ചെറുപ്പത്തില് ഈ അമ്മ ഉണ്ടാക്കുന്ന കേക്കൊക്കെ വടിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ആ സ്പാച്ചിലിന് തൊട്ട് നടത്തി വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേക്ക്, ബേക്കിംഗ്, ബിസ്ക്കറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു പഴയ ഓർമ്മയുണ്ടല്ലോ, അത് എപ്പോഴും ഇങ്ങനെ നാക്കി നെറ്റത്തുണ്ട്. എൻ്റെ അമ്മ നന്നായിട്ട് ബേക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ബേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു പ്രൊഫഷൻ ആക്കി എടുക്കുക എന്ന് പറയുന്നതിന് ഒരു അസാമാന്യ ധൈര്യം ആവശ്യമുണ്ട്. നമുക്ക് തന്നെ കഴിക്കാനാണ് കുഴപ്പമില്ല, 2 ഫ്ലോപ്പ് ആയാലും പ്രശ്നമില്ല. പക്ഷെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ ബേക്കേഴ്സിന്റെ ഒരു ഇതുണ്ട്, ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴേ അറിയുള്ളൂ ശരിക്കുള്ള ഇതിന്റെ രുചി എന്താന്ന്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നേരെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കസ്റ്റമറെ. ബാക്കിയുള്ളതിനൊക്കെ ഇപ്പൊ ഡ്രസ്സാണേലും നമുക്ക് നോക്കാം, ഒരു ഓർണമെന്റ് ആണെങ്കിലും നമുക്കത് നോക്കാം, ഭംഗിയുണ്ടോ പ്രശ്നമുണ്ടോ നമുക്കത് കറക്റ്റ് ചെയ്യാം. പക്ഷെ ഇത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത് തന്നെ അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിന് നിങ്ങളെല്ലാവരും ഹാറ്റ്സ് ഓഫ്. അത് ഞാൻ ആദ്യം പറഞ്ഞേക്കുന്നു. ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ആദ്യമായിട്ട് സജനയാണ് കോണ്ടാക്ട് ചെയ്തതും സംസാരിച്ചതും എല്ലാം. അപ്പം ഇങ്ങനെ ഒരു മീറ്റപ്പ് ആണ്. ബോൾഡ് ആയിട്ടുള്ള കുറേ അധികം ബേക്കേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം നിങ്ങളെല്ലാവരെയും കാണാൻ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. സോ ഹാപ്പി ആൻഡ് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണല്ലോ അടുത്ത ചുമതല. ഇത്രയും ലേഡീസ് വന്നിരിക്കുമ്പോൾ ഡയമണ്ട്സിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റുമോ അല്ലേ? സോ ജെനസിസ് ഡയമണ്ട്സ് ബൈ ദീപക് ടോംസ്, അതാണ് ഞങ്ങളുടെ സ്ഥാപനം. ഐ എം വൺ ഓഫ് ദ ഡയറക്ടേഴ്സ്.